2018 പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത് മാത്യു കുഴൽനാടൻ എം.എൽ.എ. മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടേത് എന്ന പേരിൽ മാത്യു കുഴൽനാടനാണ് വിവാദ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്നും വ്യാജ ഓഡിയോ ആണെന്ന പ്രചാരണം പുളിയുമെന്നും എം.എൽ.എ. കൂട്ടിച്ചേർത്തു. കേരളം മുഴുവൻ അനുഭവിച്ച വലിയ ഒരു ദുരന്തമായിരുന്നു അത്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ അങ്ങനെ ഒരു എന്തെങ്കിലും ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി, ചെറിയ ലാഭത്തിന് വേണ്ടി കേരളത്തെ തൊലച്ച ആ ഉത്തരവാദികളെ കണ്ടെത്താൻ കൂടി ബാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഓഡിയോ ടേപ്പ് അല്ലെങ്കിൽ ഓഡിയോ സംഭാഷണം ഒറിജിനലാണ് എന്ന് തെളിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസും അതുപോലെ തന്നെ വിജിലൻസ് കേസും എടുത്ത് അന്വേഷിക്കണം എന്ന ആവശ്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിനും സർക്കാരിനോടും പോലീസിനോടും സഹകരിക്കുമെന്നുകൂടി പറയാൻ വിവരങ്ങൾ ആൽവിൻ തോമസ് നൽകും. ആൽവിൻ, അദ്ദേഹം പറഞ്ഞതിൽ കൂടുതൽ എന്താണ് ഉണ്ടായത്? സനീഷ, ഈ കെ കൃഷ്ണൻകുട്ടി മുൻമന്ത്രിയുടെ ചില ഓഡിയോ ശകലങ്ങൾ മുമ്പ് തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന ചില ഡീലുകളുടെ പ്രകാരമാണ് അത്തരത്തിൽ വലിയൊരു പ്രളയം ആ കാലത്തുണ്ടായത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണമായി ഉണ്ടായിരുന്നത്. ആ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ എം.എൽ.എ. നേരത്തെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നത്. പക്ഷേ അതിനെ തള്ളുകയാണ് ഉണ്ടായത്. അത് ഓഡിയോ എന്ന നിലയിലാണ് കെ കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം ഉണ്ടായത്. പക്ഷേ അതിലിപ്പോൾ ഒരു പരാതിക്കാരൻ രംഗത്തെത്തിയിരിക്കുന്നു. മൂന്നാമതൊരാൾ പരാതി സർക്കാരിലേക്ക് നൽകിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകും, അല്ലെങ്കിൽ ആ പരാതിയിൽ അന്വേഷണം നടത്തുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് അത് പറയുകയും ചെയ്തത്. അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കുഴൽനാടൻ രംഗത്തെത്തിയിട്ടുള്ളത്. അതിൽ വിശദമായൊരു അന്വേഷണം നടക്കട്ടെ. താൻ ഉത്തരവാദിത്തമില്ലാതെ ഒരു കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ, അതായത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പുറത്തുവിട്ട ഓഡിയോയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചതിനെ സ്വാഗതം ചെയ്യുന്നു. അതിൽ അന്വേഷണം കൃത്യമായി നടക്കട്ടെ. അപ്പോൾ സത്യം പുറത്തുവരും എന്നുള്ളതാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ പ്രതികരിച്ചത്. സനീഷ, ശരി, നന്ദി ആൽവിൻ വിവരങ്ങൾക്ക്.